നമസ്കാരം, എല്ലാവർക്കും ജയൻ സൽത്താൻ ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന പദം ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ പേര് പറയുന്നത് പോലെ തന്നെ കുടലിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയുന്നത്. ചില ആളുകൾക്ക് ഗ്യാസ് സംബന്ധമായ പ്രശ്നമോ, അവിടെ വീർമത പോലെ വീർത്ത് നിൽക്കുന്ന ഒരു ഫീലിങ്ങോ, അല്ലെങ്കിൽ അവിടെ കൊളത്തി പിടിക്കുകയോ, വേദന വരികയോ, ചില ആളുകൾക്ക് പെട്ടെന്ന് ടോയ്ലറ്റ് പോകണം എന്നൊരു തോന്നൽ, ഭക്ഷണം കഴിച്ചാൽ ഉടനെ തന്നെ ടോയ്ലറ്റ് പോകണമെന്നൊക്കെ ഒരു തോന്നൽ, അല്ലെങ്കിൽ ഒരുപാട് ദിവസമായിട്ട് ടോയ്ലറ്റ് പോകാൻ കഴിയുന്നില്ല, ടൈറ്റ് സ്റ്റൂള്, കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം പോലുള്ള പ്രശ്നം വരിക. ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം. പക്ഷേ ഈ പ്രശ്നങ്ങളുള്ള എല്ലാവർക്കും ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ആണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇത് നമുക്ക് പൊതുവേ വരാവുന്ന ഒരു അവസ്ഥയാണ് നോർമലായ ഒരു സിറ്റുവേഷനിലും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ആണ് എന്ന് നമുക്ക് ഉറപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 6 മാസമായിട്ടെങ്കിലും ഈ ഒരു സിംറ്റം കണ്ടുവരണം. അതും കഴിഞ്ഞ 3 മാസങ്ങളിലായിട്ട് എല്ലാ മാസങ്ങളിലും തുടർച്ചയായിട്ട് 3 ദിവസമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലുള്ള സിംറ്റംസ് ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊരു ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയിൽ പൊതുവെ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ കുടലിൻ്റെ ആഹാരത്തെ ദഹിപ്പിക്കാനുള്ള ശേഷി കുറഞ്ഞു വരുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നം എന്തുകൊണ്ട് വരുന്നു? പൊതുവെ ഇതിൻ്റെ എന്താണ് റൂട്ട് കോസ് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അറിയില്ലെങ്കിൽ പോലും ഇതുമായി ലിങ്ക് ചെയ്യുന്ന, വളരെ സ്ട്രോങ് ആയി ലിങ്ക് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഒന്നാമത്തേത് എന്ന് പറയുന്നത് സ്ട്രെസ്സാണ്, മാനസിക സമ്മർദ്ദം. അപ്പോൾ മാനസിക സമ്മർദ്ദം എങ്ങനെ നമ്മുടെ കുടലായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബന്ധമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറും കുടലും തമ്മിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. ആ ഒരു റിലേഷൻഷിപ്പ് നെർവസ് സിസ്റ്റമായി ബന്ധപ്പെട്ട് കിടക്കുന്ന റിലേഷൻഷിപ്പാണ്. നമ്മുടെ കുടലിന് ചുറ്റുമായിട്ടുള്ള ഒരു കൂട്ടം നാഡീവ്യൂഹം നമ്മുടെ തലച്ചോറുമായിട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. നമ്മൾ സ്ട്രെസ്സായിട്ട് അല്ലെങ്കിൽ ആങ്സൈറ്റി ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ നാഡീവ്യൂഹത്തിലൂടെ വരുന്ന മാറ്റങ്ങൾ നമ്മുടെ കുടലിനെയും ബാധിക്കാറുണ്ട്. ഇപ്പം പൊതുവെ സിമ്പതറ്റിക്കും പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. നമുക്ക് സ്ട്രെസ് ആകുമ്പോൾ, ആങ്സൈറ്റി ഉണ്ടാകുമ്പോൾ നമ്മുടെ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം കൂടുതലായിട്ട് ആക്ടിവേറ്റ് ആവാറുണ്ട്. ആ സമയത്ത് പാരാസിമ്പറ്റിക് നെർവസ് സിസ്റ്റം കുറഞ്ഞു വരാറുണ്ട്. അതുപോലെ നമ്മൾ വിശ്രമാവസ്ഥയിലേക്ക് പോകുമ്പോൾ, റിലാക്സേഷൻ സംഭവിക്കുമ്പോൾ പാരാസിമ്പറ്റിക് സിസ്റ്റം കൂടുതലായിട്ട് മുകളിലേക്ക് ഉയരും, അല്ലെങ്കിൽ അതിൻ്റെ ആക്ടിവിറ്റി കൂടും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ പാരാസിമ്പതറ്റിക് ആക്ടിവിറ്റി നല്ല രീതിയിൽ കൂടുമ്പോഴാണ് നമ്മുടെ കുടലിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കുക. കുടലിൽ നല്ല രീതിയിൽ ഡൈജഷൻ നടക്കാനും കുടലിൻ്റെ ചലനം നല്ല രീതിയിൽ നടക്കാനൊക്കെ സഹായിക്കുന്നത് പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റമാണ്. പക്ഷേ നമ്മുടെ മാനസിക സമ്മർദ്ദം ഈ സിമ്പതറ്റിക് പാരാസിമ്പതറ്റിക് സിസ്റ്റത്തിൻ്റെ ബാലൻസിനെ താളം തെറ്റിക്കും. ഇങ്ങനെ താളം തെറ്റിക്കുന്ന ആളുകളിൽ ഇതുപോലെ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം പൊതുവെ കാണപ്പെടാറുണ്ട് എന്നുള്ളത് ഒരുപാട് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അടുത്തൊരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമ്മുടെ കുടലിൽ വളരുന്ന ബാക്ടീരിയകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. ചില തരത്തിലുള്ള ബാഡ് ബാക്ടീരിയകൾ നമ്മുടെ കുടലിൽ വളരെയധികം വളർന്നു വരുമ്പോൾ, അതായത് സ്മോൾ ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത്, സിബോ എന്ന് പറയുന്ന അവസ്ഥ, ഈ ഒരു അവസ്ഥയിലും ആളുകൾക്ക് ഇതുപോലുള്ള ഇറിറ്റേഷൻസ് ഉണ്ടാവുകയും കുടലിൽ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ തോന്നാറുണ്ട്. അപ്പം ഈ 2 വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കോടൊപ്പം തന്നെ ചില തരത്തിലുള്ള ലൈഫ് സ്റ്റൈലായിട്ടുള്ള പ്രശ്നങ്ങളും ഇതിന് കാരണമാവാറുണ്ട്. പ്രത്യേകിച്ചും സെഡൻഡറി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ, ഒരു ആക്ടിവിറ്റിയും ചെയ്യാതെ നിൽക്കുന്ന ഒരവസ്ഥയിൽ നമ്മുടെ കുടലിൻ്റെ ചലനങ്ങൾ കുറഞ്ഞു വരികയും നമ്മൾ എന്തെങ്കിലും ആഹാരങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് കുടലിലൂടെ സഞ്ചരിക്കാതെ വളരെ സാവകാശം പോവുകയൊക്കെ കാരണമാകും. കാരണം നമ്മുടെ ആക്റ്റീവായി നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ കുടലിന് ചലനം ഉണ്ടാവുകയും കോൺസ്റ്റിപ്പേഷൻ ഒന്നും പൊതുവെ വരാതിരിക്കുകയും ചെയ്യും. പക്ഷേ പല ആളുകൾക്കുള്ള സംശയം ആഹാരത്തെ കുറിച്ചിട്ടുള്ള കാര്യമാണ്. കാരണം എന്ത് കഴിച്ചാലാണ് ഈ ഒരു പ്രശ്നം വരാതിരിക്കുക, എന്ത് കഴിച്ചാലാണ് ഇത് മാറുക എന്നൊക്കെയാണ് ആളുകൾ ചോദിക്കുന്നത്. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആഹാരത്തിന് ഇതുമായിട്ട് ബന്ധമുണ്ട്. എന്ന് വെച്ചാൽ ചില ആഹാരങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം കൂടാനൊരു കാരണമാവാറുണ്ട്. അതുപോലെ ചില ആഹാരങ്ങൾ കഴിച്ചാൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാറുമില്ല എന്ന് കരുതി ആഹാരമാണ് ഇതിനുള്ള കാരണമെന്ന് നമ്മൾ വിചാരിക്കരുത്. എന്താണ് ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ചില ആഹാരങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ അത് ഡൈജസ്റ്റ് ചെയ്യാനുള്ള എൻസൈമുകൾ ആവശ്യത്തിന് നമ്മുടെ കുടലിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണം. അപ്പോൾ ചില ആഹാരങ്ങൾ ഡൈജസ്റ്റ് ചെയ്യാനുള്ള എൻസൈം നമ്മുടെ ജനറ്റിക്കലി അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. അതിനാണ് ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയുന്നത്. മിൽക്ക് പ്രൊഡക്ട്സ് ഒക്കെ കഴിക്കുന്ന സമയത്ത് നമ്മുടെ കുടലിൽ ദഹിപ്പിക്കാനുള്ള ലാക്ടേസ് എന്ന് പറയുന്ന എൻസൈം
ജനിതകപരമായ പ്രശ്നങ്ങൾ കാരണം ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കാത്ത അവസ്ഥ ഉണ്ടാകുമ്പോൾ അവർക്ക് ഇതുപോലുള്ള ആഹാരം കഴിക്കുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. അത്തരക്കാരെ അതുപോലുള്ള ആഹാരങ്ങൾ മാറ്റി വെക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. ചില ആളുകൾ ഒരുപാട് കാലം ഈ പച്ചക്കറികളും പഴങ്ങളൊന്നും കഴിക്കാതെ ശീലം ഇല്ലാത്ത ആളുകൾ പിന്നീട് കഴിച്ചു തുടങ്ങുമ്പോൾ അതുപോലുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പോൾ പച്ചക്കറിയും പഴങ്ങളും എന്ത് ചെയ്യേണ്ടത് കംപ്ലീറ്റ് ഒഴിവാക്കല്ല വേണ്ടത്. അങ്ങനത്തെ അവസ്ഥകളിൽ ചെറിയ അളവിൽ കഴിക്കുകയും പതിയെ അതിനോട് അഡാപ്റ്റ് ചെയ്ത് കൊണ്ടുവരികയും വേണം. അപ്പോൾ നമ്മുടെ ശരീരം വീണ്ടും അതിൻ്റെ ഡൈജസ്റ്റയാളെ എൻസൈം കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി അതിനുള്ള ശേഷി തിരിച്ചു കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ആഹാരത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഏത് ആഹാരമാണ് പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനു വേണ്ടി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അതിന് വേണ്ടിയിട്ട് ഒരു സിമ്പിൾ ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഒരു ഡയറി മെയിൻറ്റെയിൻ ചെയ്യാം. ഒരു 2 മുതൽ 4 ആഴ്ചയെങ്കിലും മിനിമം ആ ഡയറിയിൽ നിങ്ങൾ ഇന്നൊരാഹാരം കഴിച്ചു, അതിനുശേഷം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായിരുന്നോ അത് നിങ്ങൾ നോട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ ഇതുപോലെ നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾ ഒരു 4 ആഴ്ചയ്ക്ക് ശേഷം റിവ്യൂ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ ഇന്ന ആഹാരങ്ങൾ എനിക്ക് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നുവെന്നും ഇന്ന ആഹാരങ്ങൾ അധികം പ്രശ്നം ഉണ്ടാക്കുന്നില്ല എന്നുള്ളതും. അപ്പോൾ ഇങ്ങനെ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നമില്ലാത്ത ആഹാരങ്ങളിൽ നിങ്ങൾ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആഹാരങ്ങൾ വളരെ ചെറിയ അളവിൽ മാത്രം ഉപയോഗിക്കാൻ നോക്കുകയും ചെയ്യാം. അപ്പം അതോടൊപ്പം മറ്റൊരു ടിപ്സ് കൂടി പറഞ്ഞുതരാം. നിങ്ങൾ ആഹാരം കഴിക്കുമ്പോൾ വലിയ എമൗണ്ടിൽ കഴിക്കാതെ ചെറിയ എമൗണ്ട് കഴിച്ചിട്ട് മൾട്ടിപ്പിൾ ആയിട്ടുള്ള മീൽസ് ഉപയോഗിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ 3 നേരം കഴിക്കുന്ന ആഹാരം നിങ്ങൾക്കൊരു 5 തവണയാക്കാം. ഇങ്ങനെ പക്ഷെ ചെറിയ അളവിൽ മാത്രം കഴിച്ചു പോകുന്നൊരവസ്ഥ. പിന്നെ നല്ല രീതിയിൽ വെള്ളം ഹൈഡ്രേറ്റ് ആക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ കുടലിലുണ്ടാകുന്ന ഇറിറ്റൻസ് ആയിട്ടുള്ള ചില പദാർത്ഥങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്യാൻ അത് ഹെൽപ്ഫുള്ളാകും. അതുപോലെ നമ്മുടെ ശരീരത്തെ നല്ല രീതിയിൽ സ്ട്രെസ് ഫ്രീ ആക്കി നിർത്താനും അത് ഹെൽപ്ഫുള്ളാണ് നല്ല രീതിയിൽ വെള്ളം കുടിക്കുന്നത് കൊണ്ട്. അപ്പം ഇതുപോലുള്ള ചില ടിപ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആഹാരത്തെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാവുന്നതാണ്. പിന്നെ ചില ആഹാരങ്ങൾ പൊതുവെ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ആഹാരം. പ്രത്യേകിച്ചും ഈ ഗോതമ്പിലാണ് കൂടുതലായിട്ടും ഇത് കണ്ടുവരാറുള്ളത്. ഗോതമ്പുമായി ബന്ധപ്പെട്ട പ്രൊഡക്റ്റുകളിലൊക്കെ ഇപ്പോൾ ഗ്ലൂട്ടന് മറ്റു പല ആഹാരത്തിലുണ്ട്. അപ്പോൾ ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോൾ ആളുകൾക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങൾ കുറഞ്ഞു വരാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഗ്ലൂട്ടനുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ അതായത് നിങ്ങൾ ആ ഡയറിയിൽ നോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഒരു പ്രശ്നം കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത്തരം ആഹാരങ്ങൾ കഴിയുന്നതും അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതും നോട്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് മാനസിക സമ്മർദ്ദം ഈ ഒരു കാര്യത്തിൽ റോൾ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം മാനസിക സമ്മർദ്ദം നമുക്ക് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദിവസം യോഗ ചെയ്യുന്നത് നിങ്ങൾക്ക് മാനസിക സമ്മർദ്ദം നല്ല രീതിയിൽ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പ്രാണായാമ, മെഡിറ്റേഷനൊക്കെ യോഗയിൽപ്പെട്ട വളരെ സിമ്പിൾ ടെക്നിക്കാണ്. അത് നിങ്ങൾക്ക് സമയമൊന്നുമില്ലാത്ത ആളുകളാണെങ്കിൽ പ്രാണായാമവും മെഡിറ്റേഷനും ഡെയിലി പ്രാക്ടീസ് ചെയ്താലും മതി. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മൈൻഡ്ഫുൾ ടെക്നിക്കുകൾ ഉപയോഗിക്കാം. നമ്മുടെ മനസ്സിനെ ഏകാഗ്രതയിലേക്ക് കൊണ്ടുവരുമ്പം നമ്മുടെ മറ്റു പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പലപ്പോഴായി നമ്മുടെ ചുറ്റുഭാഗത്തുള്ള മറ്റു പല പ്രശ്നങ്ങൾ നമ്മൾ ഓവർ തിങ്ക് ചെയ്ത് അതിനെക്കുറിച്ച് ആലോചിച്ചാണ് പ്രശ്നം ഉണ്ടാകുക. ചിലപ്പോൾ അത് ചെറിയ പ്രശ്നമായിരിക്കും, ചില ആളുകൾക്ക് ഉണ്ടാകും. ആ ചെറിയൊരു പ്രശ്നം പോലും ഒരുപാട് നേരം ആലോചിച്ച് അതൊരു വലിയ പ്രശ്നം നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുണ്ടാകും. അപ്പോൾ ആ ഒരു രീതിയൊക്കെ മാറ്റി നിർത്താൻ നോക്കുക. അതിനൊക്കെ നിങ്ങൾക്ക് യോഗയും മെഡിറ്റേഷനും പ്രാണായാമമൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ചെയ്യുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗെയിംസുകൾ, എന്തെങ്കിലും ഫുട്ബോളോ ക്രിക്കറ്റോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഗെയിംസിലൊക്കെ ഇൻവോൾവ് ചെയ്യുമ്പോൾ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ മെൻ്റൽ സ്ട്രെസ്സ് മറക്കും. അതുപോലെ നമ്മുടെ ഹാപ്പി ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ നല്ല രീതിയിൽ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഇതുപോലുള്ള ലൈഫ് സ്റ്റൈൽ ആക്ടിവിറ്റിയിലേക്കും നിങ്ങൾ ഇൻവോൾവ് ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം കൂടി എന്ന് വെച്ചാൽ, നിങ്ങൾ ഫിസിക്കലി ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ കുടലിൻ്റെ പ്രവർത്തനവും നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആകും. കാരണം നമ്മൾ ഫിസിക്കലി ആക്റ്റീവ് ആകുമ്പോൾ നമ്മുടെ കുടലിൻ്റെ ചലനം ഇമ്പ്രൂവ് ആകും. കുടലിൽ ഒരു സെറോട്ടോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്. അത് നല്ല രീതിയിൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമ്മുടെ കുടലിൻ്റെ മൊബിലിറ്റിയും ഡൈജസ്റ്റീവ് എബിലിറ്റിയും അതിനെ ഭക്ഷണത്തെ ദഹിപ്പിക്കാനുള്ള കഴിവൊക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവും. അതുകൂടി നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും. ചില ആളുകൾക്ക് ഈ
കുടലിൽ അടങ്ങിയിട്ടുള്ള ബാക്ടീരിയകൾ, ചീത്ത ബാക്ടീരിയകൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ചില ലാക്ടുലോസ് ബ്രീത്തിങ് ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കുടലിൽ ഇതുപോലുള്ള ചീത്ത ബാക്ടീരിയാസ് വളരുന്നുണ്ടോ എന്നൊക്കെ. അപ്പോൾ ഇതുപോലുള്ള ടെസ്റ്റുകളൊക്കെ നിങ്ങളൊരു ഡോക്ടറെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ ഹെൽപ്പോട് കൂടി നിങ്ങൾക്ക് ഇതുപോലെ ടെസ്റ്റ് കണ്ടെത്തി ഇതിന് എന്താണ് പോംവഴി എന്ന് അറിയാൻ പറ്റും. പൊതുവെ നാച്ചുറോപ്പതിയിൽ ഹെർബൽ മെഡിക്കേഷൻസും പ്രോബയോട്ടിക്സും ഒക്കെ ഫോളോ ചെയ്തുകൊണ്ട് ഈ ഒരു പ്രശ്നം മാറ്റിയെടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നമുള്ള ഒരാളാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഫോളോ അപ്പ് ചെയ്ത് ആ ഒരു പ്രശ്നം മാറ്റുമ്പോൾ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം പൊതുവെ മാറിപ്പോകാറുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് തന്നെ നമുക്ക് ഈ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയുന്നിട്ടുള്ള ഒരു കാര്യത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എല്ലാ ആളുകൾക്കും ഒരേ കാരണങ്ങൾ കൊണ്ടല്ല ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം വരുന്നത് എന്നുള്ളതാണ്. പല ആളുകൾക്കും പല കാരണങ്ങൾ കൊണ്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ കാരണം എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടി നിങ്ങൾ തന്നെ ഒരു പ്രയത്നം നടത്തണം. നിങ്ങളുടെ ആഹാര രീതിയിൽ അതിലുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുമ്പ് വന്ന ഇൻഫെക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മാനസിക സമ്മർദ്ദമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പണ്ട് മുതലേ എന്തെങ്കിലും തരത്തിലുള്ള കുടൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. ഇതുപോലെ എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്ന് കൃത്യമായി കണ്ടറിഞ്ഞ് അതിനനുസരിച്ചിട്ടുള്ള പ്രതിവിധി എടുത്താൽ മാത്രമേ ആ പ്രശ്നം മാറുകയുള്ളൂ. പൊതുവെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കാര്യം മാത്രമാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ, ആഹാര ചിട്ടങ്ങളൊക്കെയാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ കൂടുതൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു ഡോക്ടറെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നാച്ചുറോപ്പതി യോഗ ഡോക്ടറെ നേരിട്ട് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡയറ്ററി ഹാബിറ്റ്സും എല്ലാം കൃത്യമായി നിങ്ങൾക്ക് വേണ്ടത് എന്താണ് എന്നുള്ളത് കറക്റ്റായിട്ട് റെഗുലേറ്റ് ചെയ്ത് തരികയും അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാറ്റം കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ് എന്ന് തോന്നുന്നെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ആവശ്യമായ ആളുകൾക്ക് വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. നല്ല ഒരു കണ്ടൻറ്റുമായി വീണ്ടും വരാം. അതുവരേക്കും ഗുഡ് ബൈ.